ഇത് യാതനകളുടെ യുഗമാണ്. ഭീകരതയുടെയും സർവനാശമുണ്ടാക്കും. ഇതെന്റെ യുഗമാണ്, രാവണന്റെ യുഗം. എന്നെ തടയുവാനായിട്ട് ആരുണ്ടിവിടെ? മഹാബലശാലി ഉണ്ടോ ഇവിടെ? ജയ് ശ്രീറാം. രാവണൻ അതുപോലെ വാനരൻ, രണ്ടു വാക്കുകളും ഒരേ അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. പക്ഷെ അക്ഷരങ്ങളുടെ ഈ വ്യത്യാസത്തിലാണ് ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മറഞ്ഞിരിക്കുന്നത്. ധർമ്മം സംരക്ഷിക്കുന്നവരെ ധർമ്മവും തിരിച്ചു സംരക്ഷിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സീതയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആർക്കും സാധിക്കില്ല. ഈ ലങ്ക ചുട്ട് ചാമ്പലാക്കപ്പെട്ടാലും ശരി. ഇതെന്റെ ശപഥമാണ്. സീതാദേവിയെ ശ്രീരാമന്റെ പക്കൽ എത്തിച്ചിരിക്കും. രാവണന്റെ അന്ത്യവും കുറിക്കും. എന്റെ ശക്തികൾ ദിവസവും വർദ്ധിക്കുകയാണ്. ഈ ശക്തികളെ ഞാൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അവ എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുമെന്നാണ് ജാമ്പവാൻ മുത്തശ്ശൻ പറഞ്ഞത്. പക്ഷെ നിനക്കും രാവണനും പല സമാനതകളുമുണ്ട്. രാവണൻ തന്റെ ഉള്ളിലെ രാക്ഷസനെ അംഗീകരിച്ചുകൊണ്ട് എപ്പോഴേ സർവശക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ നിന്റെ ഉള്ളിലെ വാനരനെ അംഗീകരിക്കേണ്ടതാണ്. പാവം നമ്മുടെ ഹനുമാൻ. മുന്നിൽ രണ്ട് വഴികളുണ്ട്. ജാമ്പവാന്റെ രീതി ഒരു വിധത്തിലാണെങ്കിൽ വിഭീഷണന്റെ മറ്റൊന്ന്. ഞാൻ നിന്നെ കുറിച്ച് പ്രതീക്ഷിച്ചതിലും അധികമാണ് നീ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഹനുമാൻ. ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം. അവൻ തന്റെ സൈനിക ബലമെല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനി ആരാണ് ബാക്കി? അവൻ ഒരു സൈന്യത്തിന്റെ മുഴുവനും ബലമുള്ളവനാണ്. അവന്റെ ഉറക്കം അവന് ബ്രഹ്മാവ് നൽകിയ വരദാനമാണ്. എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ കുംഭകർണൻ. Hotstar Specials presents The Legend of Hanuman Season 3.